ആ മഹേഷേ, ആ എന്തു പറ്റി? അല്ല, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഞാനത് ചേട്ടനോണ്ടേ കൊടുക്കാൻ പോവാ. പാവം മുരളീട്ടൻ മില്ലി കിടന്ന് തനിച്ച് കഷ്ടപ്പെടുവാ. മഹേഷ് ഒരു മിനിറ്റ് നിക്ക്, ഞാനും മഹേഷിന്റെ കൂടെ വന്ന് ഭക്ഷണം എടുത്തു കൊടുത്തോളാം. ആ ശ്വേത ചേച്ചി, പാവല്ലേ നമ്മുടെ മുരളേട്ടൻ. എന്നാ പിന്നെ ഞാനും ചേച്ചിയുടെ കൂടെ മില്ലിലേക്ക് വരട്ടെ. അത് വേണ്ട പൗർണമി. ഞങ്ങളെങ്ങാനും വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അമ്മായി വിഷമിക്കില്ലേ? ഞാൻ നോക്കിക്കോളാം. നമുക്ക് പോവാം. ആ പോവാം. പൗർണമി കൂടെ വരാന്ന് പറഞ്ഞപ്പോ ശ്വേതയുടെ മുഖത്തൊരു പതർച്ചയുണ്ടായിരുന്നല്ലോ. രണ്ടുപേരുടെയും മുഖത്ത് കള്ളത്തരം ഉണ്ടായിരുന്നു. മുരളീട്ടനാണെങ്കിൽ അവിടെ തനിച്ചാ ഉള്ളതും. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. നമസ്കാരം. നമസ്കാരം സാർ. ചേട്ടാ, മഹേഷ് എടുത്തു കൊടുക്ക. ചേട്ടാ ഇതങ്ങ് പിടിച്ച. എവിടെയെങ്കിലും പോയിരുന്ന് അടിച്ചോ, ആരും കാണില്ല. വലിയ ഭാഷ മഹേഷ് ഇവിടുന്ന് പോകുമ്പോ ഷട്ടർ താഴ്ത്തിയേക്കണം. എന്നിട്ട് പൂട്ടി താക്കോൽ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കും. ശ്വേത, ഇത് വലിയ പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ? പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മുരളിയേട്ടനാ. അത് ഇപ്പോഴൊന്നുമല്ല, നേരം വെളുത്തതും പ്രശ്നമായിക്കോളും. ഇത് കണ്ടോ, ഇതിനകത്ത് ഉറക്കഗുളികയാണുള്ളത്. മുരളിയേട്ടൻ കഴിക്കാൻ പോകുന്നതിനകത്ത് ഞാനിത് കലർത്തി കൊടുക്കും. അന്നത്തേക്കാളും ഞാൻ ഇത് ഡബിൾ ഡോസാക്കി കൂട്ടിയിട്ടുണ്ട്. കഴിച്ചു തീരുന്നതിന് മുന്നേ മുരളിയേട്ടൻ ഉറങ്ങിക്കൊള്ളും. ശ്വേത, എല്ലാം സൂക്ഷിച്ച് ചെയ്യണേ. ഒന്നും സംഭവിക്കില്ല. നേരം വെളുക്കുമ്പോൾ 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങൂന്ന് മാത്രമേ ഉള്ളൂ. നീ പേടിക്കാതിരിക്കുക. നേരം വെളുത്തിട്ട് മില്ലിലുള്ള എല്ലാവരും എത്തിയതിനു ശേഷം മാത്രം ഈ ഷട്ടർ തുറന്നാൽ മതി. ഞാനും മുരളിയേട്ടനും കൂടി രാത്രി മുഴുവൻ ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്കായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിയണം. അതിനുശേഷം പല തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കി മുരളിയേട്ടനെ നാണം കെടുത്തണം. അവരങ്ങനെ കഥകൾ ഉണ്ടാക്കി കഴിയുമ്പോൾ മുരളിയേട്ടന് കുറ്റബോധം തോന്നണം. അപ്പൊ സത്യം ചെയ്തതൊക്കെ തന്നെ മറന്നോളൂ. എന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ നടത്തും. ശരീരാകെ തളർന്നു പോകുന്നവർ തോന്നുക. ഇവിടെയാണെങ്കിൽ ആ മെഷീൻ പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ അത് മതി എല്ലാം താറുമാറാകാൻ. അങ്ങനെ പറഞ്ഞു വന്നാ നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെയല്ലേ? ആവശ്യമുള്ള സമയത്ത് അതിനും റെസ്റ്റ് കൊടുക്കണ്ടേ? എന്നാലല്ലേ അത് നന്നാവൂ. ഞാൻ കുറച്ചുകൂടെ മതി. ഒരുപാട് കഴിച്ചാ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ഞാൻ എന്നാ പോയി കൈയും വായും കഴിയിട്ട് വരാം. മുരളിയേട്ടാ, അമ്മേ,
മുരളിയേട്ടാ, മുരളിയേട്ടാ, മുരളിയേട്ടൻ മുരളിയേട്ടാ, 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 ചിത്രേ, ചിത്രേ, എടി ചിത്രേ, ചിത്രേ, ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം നീ വന്ന് നശിപ്പിച്ച് കളയുമല്ലേ? ചിത്രേ, എടി ചിത്രേ, എടി ചിത്രേ, എടി നീ അല്ലേടി ഇതെല്ലാം ചെയ്യുന്നത്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൺമുമ്പിലേക്ക് വാടി. ഒളിപ്പോരി നടത്തുന്നത് ഭീരുക്കളുടെ സ്വഭാവ. എടി നിനക്ക് ശരിക്കും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൺമുമ്പിൽ വാടി. നിന്റെ കളി ഞാനൊന്ന് കാണട്ടെ. എനിക്ക് നിന്നെയുണ്ടല്ലോ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ കാണണം. വാ. ഞാൻ ഈ നാട്ടില് കാലെടുത്ത് വച്ച അന്ന് മുതല് നീ എന്നെ തോൽപ്പിക്കാൻ തുടങ്ങിയതാ. നിന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം. വാ, വാടി, വാടി ചിത്രേ. എന്തു പറ്റി? പേടി തോന്നുന്നുണ്ട് നിനക്ക്? പുറത്തേക്ക് വാടി. എടി പുറത്തേക്ക് വര. എടീ, ചിത്ര, ഇപ്പോഴാ ഒന്ന് കാണാൻ കഴിഞ്ഞത്. നിന്നെ ഫോട്ടോയില് കാണുന്ന അതേപോലെ തന്നെയുണ്ടല്ലോ. എടി ചിത്രേ, നിനക്കെന്നെ തല്ലാനും ചവിട്ടാനും മാത്രമേ കഴിയൂ. പക്ഷെ ഞാൻ വിചാരിച്ച നല്ലൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് നിന്നെ പൂട്ടിക്കെട്ടി തളച്ചിടാൻ പറ്റും. അത് മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങൾ ജീവനുള്ളൊരു മനുഷ്യനിലൂടെ മാത്രമേ നിനക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കൂ. ഞാൻ യാതൊരു കാരണവശാലും ജയിക്കാൻ പാടില്ലെന്നുള്ളതല്ല നിന്റെ ചിന്ത. പക്ഷെ നിന്റെ അടുത്ത് ജയിക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എടി, നീ ചത്തൊടുങ്ങിയതല്ലേടി. പിന്നെ എന്തിനു വേണ്ടി ഞങ്ങളുടെ പുറകെ നടന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ ചോരി നീരുള്ള മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ളൊരു പെൺകുട്ടിയാ. എന്തിനാ എന്തിനാ എന്റെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് നീ എപ്പോഴും ഇങ്ങനെ കയറി വരുന്നത്? പൗർണമിയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ എനിക്ക് എന്താണ്? ഇന്നലെ രാത്രി ഞാൻ ആ ചിത്രയെ കണ്ടിരുന്നു. അവളെന്റെ കൺമുമ്പിൽ വന്നിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ അടക്കാൻ പറ്റുന്ന നല്ല ശക്തിയുള്ളൊരു മാന്ത്രികനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ഏയ്!